സാംസങ്ങിൻ്റെ ഗാലക്സി S20 FE അല്ലെങ്കിൽ ഗാലക്സി S20 ഫാൻ എഡിഷൻ. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണല്ല, അതിന് പകരം അവരുടെ ഫ്ലാഗ്ഷിപ്പ് ലൈനപ്പിൽ നിന്ന്, അതായത് S20 ലൈനപ്പിൽ നിന്ന് നല്ല സ്പെസിഫിക്കേഷൻസ് ഒക്കെ എടുത്ത് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിൽ ഇറക്കിയ ഫോണാണ് ഈ ഗാലക്സി S20 ഫാൻ എഡിഷൻ. അത് ഈ ഫോൺ ടെസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ പ്രൈസിങ്ങിന് നല്ല വേർത്തായ ഒരു ഫോണാണ്. അത് നിങ്ങളൊരു OnePlus ഫോണൊക്കെ എടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ OnePlusന് ഡയറക്റ്റായിട്ട് നല്ല കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു ഫോണാണ് ഈ ഗാലക്സി S20 ഫാൻ എഡിഷൻ. അതും ഇതിനകത്തുള്ള ഏറ്റവും നല്ല ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒരു യൂസറിന് വേണ്ട, അതായത് നമ്മളൊരു ഫോൺ എടുക്കാൻ നേരത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഫോണാണ് ഈ ഫാൻ എഡിഷൻ. അതുകൊണ്ട് തന്നെ ഇത് റെക്കമെൻഡ് ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു ഫോൺ കൂടിയാണ്. അത് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ലോണം ചെയ്തിരിക്കുക എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ കാണുമ്പോഴാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു പ്രോപ്പറായ എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ഒന്നുമല്ല, അതിന് പകരം ചെറിയ ബെസൽസ് ഉണ്ട്. പക്ഷേ എന്നാലും അത് വലിയ കാര്യമല്ല. അത് മാത്രമല്ല, ഇതിൻ്റെ ഹോൾ പഞ്ച് ക്യാമറ നോക്കാൻ നേരത്ത് വളരെ ചെറിയൊരു ഹോൾ പഞ്ച് ക്യാമറയാണ്. പക്ഷേ അവിടെയും അവരുടെ ഫ്ലാഗ്ഷിപ്പ് ലൈനപ്പിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ചെയ്തൊരു ചെറിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാമറയ്ക്ക് ചുറ്റുമായിട്ട് ഒരു സിൽവർ റിംഗ് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് നോക്കാൻ നേരത്ത് മാത്രമേ നമുക്ക് മനസ്സിലാവൂ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ഇത് അനാവശ്യമായി ചെയ്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു റിംഗ് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അതിന് കുറച്ചും കൂടി ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലുക്ക് കിട്ടിയേനെ. അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനത്തെ കാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളിതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പം നമുക്ക് ഈ ബെസൽസും അല്ലെങ്കിൽ ഈ ഹോൾ പഞ്ച് വന്നേക്കുന്ന റിംഗ് അല്ലാതെ നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കാൻ നേരത്ത് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. കാരണം ഇതൊരു 1080p ഡിസ്പ്ലേ ആണ്. അതും ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.5 ഇഞ്ചാണ്. അപ്പോൾ നല്ല വലിയ ഡിസ്പ്ലേ ആണ്. ഇതൊരു 120 ഹെർട്സ് റിഫ്രഷ് റേറ്റുള്ള ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ സാംസങ്ങിൻ്റെ AMOLED പാനലാകുമ്പം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, വളരെ ഷാർപ്പും ക്രിസ്പും, അത് മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള പാനലാണ് സാംസങ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് ഇവിടെ. നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ ഡിം ആവുകയും ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വലിയൊരു ഡിസ്പ്ലേയും നല്ല ക്വാളിറ്റിയും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടൻറ്റൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ചില OnePlus ഫോൺസിനകത്തൊക്കെ ഒരു ടിൻറ്റ് എഫക്റ്റ് എപ്പോഴും വരുന്നുണ്ടായിരുന്നു. അത് AMOLED പാനലിൻ്റെ കുഴപ്പമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അങ്ങനത്തെ ഒരു കുഴപ്പം എനിക്ക് സാംസങ് ഫോൺസിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ അത് ഇവിടെ അങ്ങനെ തന്നെയാണ്. അതായത് അങ്ങനത്തെ ഒരു ഇഷ്യൂ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല, അല്ലെങ്കിൽ കണ്ടിട്ടേ ഇല്ല. ഈ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം വളരെ സ്മൂത്താണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഹോം സ്ക്രീനിൽ കൂടെ ബ്രൗസ് ചെയ്യുമ്പോഴോ ഒരു തടസ്സവും വരത്തില്ല. നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ഡിസ്പ്ലേയുടെ സൈഡ് നോക്കാൻ നേരത്തെ ഇത് കർവ്ഡ് എഡ്ജ് അല്ല, അതിന് പകരം ഫ്ലാറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തും നല്ലൊരു കംഫർട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഇതിൻ്റെ ഡിസ്പ്ലേ എനിക്ക് ഏറ്റവും നല്ലോണം ഇഷ്ടപ്പെട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആദ്യത്തെ കാര്യമായ ഡിസ്പ്ലേക്കകത്ത് സാംസങ് ഒരു കുഴപ്പവും വരുത്തിയിട്ടില്ല. പിന്നെ അടുത്ത ഇതേണക്ക് സാംസങ് നല്ലോണം ചെയ്ത വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്യാമറയാണ്. ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കിൽ 3 ക്യാമറയാണ് വരുന്നത്. ഇതിലൊരു ക്യാമറ ഒരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f1.8 ആണ്. പിന്നെ അതിനകത്ത് നമുക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ അടുത്തൊരെണ്ണം ഒരു 8 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതൊരു ടെലിഫോട്ടോ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ എന്ന് പറഞ്ഞാൽ f2.4 ആണ്. ഇതിനകത്ത് നമുക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ 3x ഒപ്റ്റിക്കൽ സൂമും കിട്ടുന്നുണ്ട്. പിന്നെ അവസാനമുള്ള ക്യാമറ അതും ഒരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. അതൊരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.2 ആണ്. അത് നമുക്ക് ഈ ക്യാമറയ്ക്ക്, അതായത് നമ്മുടെ മെയിൻ ക്യാമറയ്ക്ക് വെച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ നേരം നമുക്ക് 4K 60 FPS തന്നെ വീഡിയോ എടുക്കാൻ പറ്റും. അത് നമ്മളിവിടെ എടുക്കുന്ന ഫോട്ടോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 3 ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസിന് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ലൈറ്റിങ്ങിൽ എടുക്കുകയാണെങ്കിൽ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ മെയിൻ ക്യാമറ വെച്ച് എടുക്കാൻ നേരത്ത് ലൈറ്റിംഗ് മോശമാണെങ്കിൽ പോലും, അതായത് നമ്മൾ ഇച്ചിരി ഡള്ളായിട്ടുള്ള ലൈറ്റിങ്ങിലാണ് എടുക്കുന്നതെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. പിന്നെ നല്ല ലൈറ്റിംഗ് ആവാൻ നേരത്ത് സാംസങ്ങിൻ്റെ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതായത് നല്ല കോൺട്രാസ്റ്റ് കൂടിയ ഫോട്ടോസാണ്. അതെല്ലാ സാംസങ് ഫോൺസിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസും ഏതാണ്ട് അതേ കണക്കാണ്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അതും എനിക്ക് ഈ ക്വാളിറ്റിക്കകത്ത് ഇഷ്യൂസ് ഒന്നും പറയാനില്ല. നമ്മൾ സൂം ചെയ്ത് നോക്കിയാലും നല്ല ഷാർപ്നെസ്സും നല്ല ക്ലാരിറ്റി എല്ലാം ഉണ്ട്. പിന്നെ ഡൈനാമിക് റേഞ്ചിനകത്തും ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു സിറ്റുവേഷനിൽ ഫോട്ടോ എടുത്താലും നല്ല ക്വാളിറ്റി തന്നെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നൈറ്റ് മോഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇരുട്ടത്തേക്ക് മാറിയാലും നമുക്ക് ആ നൈറ്റ് മോഡ് ഉപയോഗിച്ച് നമുക്ക് അൾട്രാ വൈഡിലും അതുപോലെ തന്നെ വൈഡിനകത്ത് നല്ല ഫോട്ടോസ് എടുക്കാം. പിന്നെ ടെലിഫോട്ടോ ക്യാമറയിലേക്ക് വരാൻ നേരത്ത് 3x സൂം ആണെങ്കിൽ നല്ല ക്ലാരിറ്റി കിട്ടും. പക്ഷെ നമ്മൾ 10x മാറാൻ നേരത്ത് ക്ലാരിറ്റി കുറയും. എന്നാലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോട്ടോസ് തന്നെയാണ്. പക്ഷെ നമ്മൾ 30x ഇട്ട് ഫോട്ടോ എടുക്കാൻ നോക്കുവാണെങ്കിൽ അന്നേരം ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഫോട്ടോസാണ് വരുന്നത്. അത് നമുക്കതൊരു ഓപ്ഷനായിട്ട് ഉണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതെല്ലാം ഡിജിറ്റൽ സൂം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും നോക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ 30x ഇട്ടിട്ട് നോക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോട്ടോസൊന്നും അതിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ വീഡിയോയിലേക്ക് വരാൻ നേരത്ത് വീഡിയോ ക്വാളിറ്റി ഈ ഫോണിനകത്ത് ഏറ്റവും ബെസ്റ്റാണ്. അത് നമ്മൾ സാധാരണ ഒരു വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിനകത്ത് കമ്പാരിസൺ വെക്കുന്ന എപ്പോഴും ഐഫോണായിട്ടാണ്. അപ്പോൾ ഈ സാംസങ് ഗാലക്സി S20 ഫാൻ എഡിഷൻ്റെ കമ്പാരിസൺ വരാൻ നേരത്ത് നമ്മൾ ഈ ബഡ്ജറ്റ് നോക്കാൻ നേരത്ത് അതിനകത്ത് ഒരു iPhone XR അല്ലെങ്കിൽ ഒരു iPhone SE സെക്കൻഡ് ജനറേഷൻ അതൊക്കെയാണ് വരുന്നത്. അപ്പം അതിനൊപ്പം നിൽക്കുന്ന ഒരു വീഡിയോ ക്വാളിറ്റി തന്നെയാണ് ഈ സാംസങ് ഗാലക്സി S20 ഫാൻ എഡിഷൻ തരുന്നത്. അതായത് നല്ല ക്വാളിറ്റിയുള്ള, നല്ല ക്രിസ്പായ, ഷാർപ്പായ, സ്റ്റേബിളായ വീഡിയോസാണ് എടുക്കുന്നത്. കളേഴ്സിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് ആക്യുറേറ്റ് ആയ കളേഴ്സാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഈ സാംസങ് ഗാലക്സി S20 ഫാൻ എഡിഷൻ വെച്ചെടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നല്ലോണം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വീഡിയോസ്.
ആണ്. പിന്നെ നമ്മൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരാൻ നേരത്ത് ഈ ഹോൾ പഞ്ചിനകത്തിരിക്കുന്ന ഈ ക്യാമറ ഇതൊരു 32 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ f2.2 ആണ്. അതും ഈ ഫ്രണ്ട് ക്യാമറ വെച്ചെടുത്ത ഫോട്ടോസും നല്ല ഫോട്ടോസാണ്. സാധാരണ എനിക്ക് സാംസങ്ങിൻ്റെ സെൽഫീസ് എടുക്കാൻ നേരത്ത് അതിൻ്റെ പ്രോസസ്സിംഗ് ഒരുപാട് കൂടുതൽ കണക്കാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം ഇവിടെ ഉണ്ട്. എന്നാലും ഈ S20 ഫാൻ എഡിഷൻ വെച്ചെടുത്ത സെൽഫീസ് ഇപ്പോൾ ഏത് ലൈറ്റിങ്ങിനാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൽഫീസ് കണക്കാണ് തോന്നിയത്. അപ്പോൾ ആ കാരണത്താലൊക്കെ തന്നെ എനിക്ക് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ക്യാമറയും ഈ ബഡ്ജറ്റിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇതിൻ്റെ പ്രൈസിങ് നോക്കാൻ നേരത്ത് ഇതിന് 2 വേരിയൻ്റാണ് വരുന്നത്. അതിൻ്റെ ബേസ് വേരിയൻ്റ് 128 GB സ്റ്റോറേജും 8 GB റാമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 45,000 റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് മാറിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല നമുക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ എപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കാൻ നേരത്ത് ഇതിലും താഴെ ആയിരിക്കും പ്രൈസിംഗ് നിൽക്കുന്നത്. പിന്നെ ടോപ്പ് വേരിയൻറ്റിനകത്ത് 256 GB സ്റ്റോറേജ് വരും. അതും അതിൻ്റെ പ്രൈസിംഗ് 49,000 ആണ്. അതിനകത്ത് തന്നെ ഞാൻ എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസ് വേരിയൻ്റ് അതാണ് നിങ്ങൾ നോക്കേണ്ടത്. കാരണം അതിനകത്ത് അത്യാവശ്യം സ്റ്റോറേജ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഇതിനകത്തൊരു ഹൈബ്രിഡ് സിം ട്രേ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ 2 നാനോ സിം ഇടാൻ പറ്റും, അല്ലെങ്കിൽ ഒരു നാനോ സിമും SD കാർഡ് ഇടാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റോറേജിനകത്ത് ഇഷ്യൂസ് വരേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ പ്രൈസിംഗ് എന്ന് പറയുന്നത് നല്ല കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ് ആണ്. അതായത് ഒരു OnePlus 8T കോമ്പറ്റീഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു ഫോണാണ് ഈ ഗാലക്സി S20 ഫാൻ എഡിഷൻ. പക്ഷേ 8T വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊസറാണ്. കാരണം നമുക്കിവിടെ ഇന്ത്യയിൽ വിൽക്കുന്ന വേരിയൻറ്റിനകത്ത് 5G ഇല്ലാത്ത വേരിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 5G ഉള്ള വേരിയൻ്റ് ആണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൊസർ വേറെയാണ്. പക്ഷേ 5G ഇല്ലാത്ത വേരിയൻ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ വേരിയൻറ്റിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസർ നമുക്ക് പരിചയമുള്ളൊരു പ്രൊസറാണ്. അത് സാംസങ്ങിൻ്റെ Exynos 990 ആണ്. സാധാരണ Exynos പ്രൊസർ വരുമ്പോൾ ഞാൻ കുറേ കുഴപ്പങ്ങൾ പറയുന്നതാണ്. പക്ഷേ ഈ Exynos 990 എന്ന് പറയുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊസർ കണക്ക് ഇറക്കിയതാണ്. അതൊരു 7 നാനോമീറ്റർ പ്രൊസർ തന്നെയാണ്. പക്ഷേ അതിന് 2 കുഴപ്പങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ചൂടാവുന്നു. പിന്നെ രണ്ടാമത്തെ വെച്ചാൽ ബാറ്ററി ബാക്കപ്പ് കുറച്ച് മോശമാണ്. അതും നമുക്ക് ഈ പ്രൊസർ ഭയങ്കര ഹൈ എൻഡ് ഫോണിനകത്ത് ഉപയോഗിക്കാൻ നേരത്തെ എന്തായാലും കംപ്ലയിൻറ്റ് പറഞ്ഞേ പറ്റൂ. പക്ഷേ ഈ സാംസങ്ങിൻ്റെ ഗാലക്സി S20 ഫാൻ എഡിഷൻ അത്രയ്ക്കും പ്രൈസ് കൂടിയൊരു ഫോണല്ല. അതുകൊണ്ട് തന്നെ ഈ Exynos 990 ഈ സാംസങ് ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. അതായത് ഈ S20 ഫാൻ എഡിഷനകത്ത് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് കുഴപ്പം പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസിനകത്ത് ഇഷ്യൂസ് ഒന്നും കണ്ടില്ല. പ്രത്യേകിച്ചും ഇതിൻ്റെ പെർഫോമൻസ് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന പെർഫോമൻസ് ആണ്. അത് നമ്മളിപ്പോൾ ഒരു വലിയ ഗെയിമൊക്കെ എടുത്ത് നല്ലോണം കളിക്കാൻ നേരത്ത് തന്നെ അതിനകത്ത് ഫ്രെയിം ഡ്രോപ്സോ ഇഷ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഫോൺ നല്ലോണം ചൂടാവും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നും കരുതി നമുക്ക് ഫോൺ പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടൊന്നുമല്ല. പക്ഷേ നമ്മളൊരു സ്നാപ്ഡ്രാഗൺ 865 ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫോണുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ചൂടാവുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്ത് ഹെവി ടാസ്ക് ആയാലും ഈ പ്രൊസറിനകത്ത് പെർഫോമൻസ് ഇഷ്യൂസ് നിങ്ങൾ കാണത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെർഫോമൻസിൻ്റെ കാര്യം നോക്കാൻ നേരത്ത് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ റാം മാനേജ്മെൻറ്റ് കാര്യം പറയാൻ നേരത്ത് ഇതിനകത്ത് 8 GB റാം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഹെവി അല്ലാത്ത ആപ്സ് ആണെങ്കിൽ ഒരു 10 ആപ്പ് വരെ മെമ്മറിയിൽ ഓപ്പണായി കിടക്കും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഹെവി ആപ്പ് ലോഡ് ചെയ്യുകയാണെങ്കിൽ അന്നേരം ഒരു 8 തൊട്ട് 6 ആപ്പ് വരെ മാത്രമേ മെമ്മറി കിടക്കൂ. എന്നാലും എനിക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. കാരണം ആപ്പിൻ്റെ ലോഡിംഗ് ടൈം ഒന്നും ഒരുപാട് കൂടുതലല്ലായിരുന്നു. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം നമുക്ക് അത്രയും സ്മൂത്ത് ആയ ഒരു ഡിസ്പ്ലേ വരാൻ നേരത്ത് ഇപ്പം പ്രൊസർ ചില സ്ഥലത്തൊക്കെ ഒന്ന് സ്ലോ ആയാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ അത് ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ആവും. അപ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് മൊത്തത്തിൽ നല്ലതായിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഈ ബഡ്ജറ്റിന് സാംസങ് നല്ലോണം തന്നെന്ന് തന്നെയാണ് തോന്നിയത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അതായത് ഡിസ്പ്ലേ, അതുപോലെ തന്നെ ക്യാമറ, പെർഫോമൻസ്, ഇത് 3ഉം നമുക്ക് ഈ ബഡ്ജറ്റിന് വേണ്ട രീതിയിൽ തന്നെ സാംസങ് തന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് കോസ്റ്റ് കട്ടിങ് വന്ന സ്ഥലങ്ങളും ഉണ്ട്. അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പോണത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിക്കകത്താണ്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിനൊപ്പമാണ്. അതായത് സാംസങ്ങിൻ്റെ ഇപ്പോൾ ഉള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൻ്റെ ഡിസൈൻ എങ്ങനെയാണോ അതുപോലെയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ ക്യാമറ മൊഡ്യൂൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. നമുക്ക് റെക്ടാങ്കിൾ പോർഷനകത്താണ് ക്യാമറ എല്ലാം വരുന്നത്. അത് കുറച്ച് പുറത്തേക്ക് തള്ളിയിരിക്കുവാണ്. പിന്നെ ഒരു മെറ്റൽ ഫ്രെയിമാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഫ്രണ്ടിലുള്ളത് ഗ്ലാസ് ആണ്. പക്ഷേ ബാക്കിൽ ഉപയോഗിച്ചേക്കുന്നത് പ്ലാസ്റ്റിക് ആണ്. അതും ഇത് പ്ലാസ്റ്റിക് ആണെന്ന് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യും. അതല്ലാതെ ഗ്ലാസ്റ്റിക് മെറ്റീരിയൽ ഒന്നുമല്ല, ഒരു മാറ്റ് ഫിനിഷ് കൊടുത്തേക്കുന്ന പ്ലാസ്റ്റിക് ആണ്. അതും എൻ്റെ യൂണിറ്റ് വൈറ്റ് കളറാണ്. അതും ഇതിനകത്ത് മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അഴുക്കാവാം. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കളേഴ്സ് നോക്കാൻ നേരത്ത് ഒരെണ്ണം മാത്രമുള്ള ഡാർക്ക് കളർ വരുന്നത്, ബാക്കി എല്ലാം ബ്രൈറ്റ് കളേഴ്സാണ്. അപ്പോൾ നിങ്ങൾ കളർ എടുക്കാൻ നേരത്ത് സൂക്ഷിച്ചു വേണം അത് എടുക്കാൻ. പിന്നെ ഇതിനകത്ത് ബട്ടൻ്റെ കാര്യം പറയാൻ നേരത്ത് ബട്ടൺ നല്ല ഫീഡ്ബാക്ക് ഉള്ള ബട്ടൺ തന്നെയാണ്. പക്ഷേ എന്നാലും സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനകത്ത് വരുന്ന ബട്ടൺ ക്വാളിറ്റി ഇല്ല. അപ്പോൾ ചെറിയൊരു പ്രശ്നം അതിനകത്ത് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കോസ്റ്റ് കട്ടിങ് ആണ്. പിന്നെ നമ്മൾ ഫ്രെയിം നോക്കാൻ നേരത്ത് അലുമിനിയം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്ക്രാച്ച് ഒന്നും അധികം വീണിട്ടില്ല. പിന്നെ ഇതിനകത്ത് ചാർജിംഗ് പോർട്ട് നോക്കാൻ നേരത്ത് USB-C ആണ്. അപ്പോൾ നല്ലൊരു കാര്യമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഫോണിന് IP68 റേറ്റിംഗ് ഉണ്ട്. അതായത് വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് വരുന്ന ഫോണാണ്. അപ്പോൾ അതും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫോൺ ഇത്രയും വലുതായിട്ട് പോലും ഈ ഫോൺ പിടിക്കുന്നതിനകത്ത് വലിയ പാടൊന്നും വന്നില്ല. കാരണം ഇതിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് ഇങ്ങനെ കർവ്ഡ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് ഇരുന്നോളും. പിന്നെ ഇതിൻ്റെ വെയിറ്റ് പറയുവാണെങ്കിൽ വെയിറ്റും കുറഞ്ഞൊരു ഫോണാണ് ഈ ഗാലക്സി S20 ഫാൻ എഡിഷൻ. 190 ഗ്രാംസേ ഉള്ളൂ വെയിറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്ര നേരം പിടിച്ചാലും നമുക്കങ്ങനെ ഒരുപാട് വെയിറ്റ് കൂടിയ ഫോണായിട്ട് തോന്നത്തില്ല. അത് മാത്രമല്ല വെയിറ്റ് പ്രോപ്പറായിട്ട് തന്നെ ബാലൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊള്ളാം. പിന്നെ അത് വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇയർ പീസ് നോക്കാൻ നേരത്തെ ചെറിയൊരു ഇയർ പീസാണ്.
അതുകൊണ്ട് എനിക്ക് കോൾ ക്വാളിറ്റി അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. പക്ഷേ എൻ്റെ സ്പീക്കർ ഔട്ട്പുട്ട് നോക്കാൻ നേരത്ത് ഇവിടെ 2 സ്പീക്കറാണ്. അതായത് നമ്മുടെ ഇയർ പീസും അതുപോലെ തന്നെ ഈ താഴെ കാണുന്ന ഗ്രില്ലും ഒരു സ്പീക്കർ തന്നെയാണ്. അതും അതിൽ നിന്ന് വരുന്ന ക്വാളിറ്റി നല്ലോണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയൊരു ഡിസ്പ്ലേ കിട്ടാൻ നേരത്ത് നല്ല സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കണ്ടന്റ് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അങ്ങനത്തെ രീതി തന്നെയാണ് സ്പീക്കേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാക്സ് വോളിയം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വോളിയത്തിനകത്ത് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. സൗണ്ട് പ്രശ്നങ്ങളൊന്നും വരുന്ന രീതിയിലല്ല, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ലൗഡ്നെസ്സും നല്ലോണം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബഹളമുള്ള സ്ഥലത്ത് നിന്ന് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. നമുക്കൊരു ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്ത ഫോണിനകത്ത് നല്ല സ്പീക്കർ ക്വാളിറ്റി കിട്ടണം. അത് നമുക്കിവിടെ ഈ സാംസങ് ഗാലക്സി S20 ഫാൻ എഡിഷനിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ബാറ്ററിയിലേക്ക് വരാൻ നേരത്ത് ബാറ്ററിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അത് ഇവിടുത്തെ ബാറ്ററി കപ്പാസിറ്റി 4500 mAh ആണ്. അതിവിടെ എക്സിനോസ് പ്രോസസർ ആയിട്ട് പോലും എനിക്ക് ഒരു ദിവസം ബാറ്ററി നിൽക്കുന്നൊരു ഫോൺ തന്നെയാണ് ഈ സാംസങ്ങിൻ്റെ ഗാലക്സി S20 ഫാൻ എഡിഷൻ. അതായത് എനിക്ക് സ്ക്രീൻ ഓൺ ടൈമിൻ്റെ കാര്യം പറയാൻ നേരത്ത് ഒരു 6.5 മണിക്കൂർ തൊട്ട് 7 മണിക്കൂർ വരെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു സ്ക്രീൻ ഓൺ ടൈമാണ്. അത് ഞാൻ ഈ ഒരു ദിവസത്തെ ബാറ്ററിയുടെ കാര്യം പറഞ്ഞത് ഹെവി യൂസ് ആണെങ്കിലാണ്. നിങ്ങളൊരു ആവറേജ് യൂസറോ അല്ലെങ്കിൽ ലൈറ്റ് യൂസറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 തൊട്ട് 2 ദിവസം വരെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വയർലെസ് ചാർജിങ്ങും പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും അപ്പോൾ അങ്ങനത്തെ ടെക്നോളജി എല്ലാം ഉണ്ട്. അപ്പോൾ ആ കാര്യത്തിനകത്ത് അതായത് ബാറ്ററിയും അതിൻ്റെ ചാർജിങ് മെത്തേഡിനകത്തും സാംസങ് നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്യുന്ന രീതി നോക്കാൻ നേരത്ത് ഇതിനകത്തൊരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അതും ഇതൊരു ഒപ്റ്റിക്കൽ സ്കാനറാണ്. അതും സാംസങ്ങിൻ്റെ ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അത്ര നല്ലൊരു സ്കാനർ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അൺലോക്കിംഗ് സ്പീഡ് ഇച്ചിരി മോശമായിരുന്നു. കുറച്ച് സമയം എടുക്കുന്നതൊക്കെ തോന്നിയത്. പക്ഷേ അക്യുറസിക്കകത്ത് അധികം പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് വെച്ചാൽ മാത്രമേ അൺലോക്ക് ആവൂ. അതായത് നമ്മൾ ഇച്ചിരി മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഫോൺ അൺലോക്ക് ആവത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അവസാനമായിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വൈഫൈ വേർഷൻ 6ഉം ബ്ലൂടൂത്ത് വേർഷൻ 5ഉം ആണ്. പിന്നെ ഇതിനകത്ത് NFC-യും അതുപോലെ തന്നെ ഡെക് സപ്പോർട്ടും എല്ലാ സെൻസേഴ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന യൂണിറ്റ് എന്ന് വെച്ചാൽ 4G യൂണിറ്റ് ആണ്. അതിനകത്ത് 5G സപ്പോർട്ട് വരുന്നില്ല. അപ്പോൾ 5G നമുക്കിപ്പോൾ ഇന്ത്യയിലില്ല. പക്ഷേ ഫ്യൂച്ചറിൽ വരാൻ നേരത്ത് നിങ്ങൾക്ക് അതൊരു പ്രശ്നമാണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഫോൺ എടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാംസങ് ഗാലക്സി S20 ഫാൻ എഡിഷൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മ കാണും. അതായത് ഈ ഫോൺ സാംസങ് നമുക്ക് ഈ പ്രൈസിന് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കാര്യങ്ങളും നല്ലോണം തന്നെ തന്നിട്ടുണ്ട്. അതായത് നമുക്കിവിടെ നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലുള്ള ചെറിയ പോരായ്മയും അതുപോലെ തന്നെ ഈ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ സ്പീഡ് ഇച്ചിരി കുറവും നമ്മുടെ ഈ ഇന്ത്യൻ യൂണിറ്റിനകത്ത് ഈ എക്സിനോസ് പ്രോസസർ ഉപയോഗിച്ചത് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ നമ്മളിപ്പം സാംസങ്ങിൻ്റെ ഈ ഗാലക്സി S20 ഫാൻ എഡിഷൻ എടുക്കാൻ നേരത്ത് സാംസങ് പ്രത്യേകിച്ചും ഈ 2020 ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോൺസിനും ഒരു 3 വർഷം സോഫ്റ്റ്വെയർ സപ്പോർട്ടും തരും. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ഒരു ആഡഡ് ബെനിഫിറ്റ് കണക്കാണ്. കാരണം നമുക്ക് ഈ S20 ഫാൻ എഡിഷൻ എടുക്കുകയാണെങ്കിൽ ഇനിയുള്ള 3 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അതായത് നമുക്ക് ഇതിൻ്റെ ലോങ് ടേം നോക്കാൻ നേരത്തെ ഈ ഫോൺ കുറേ കൂടെ ലാസ്റ്റ് ചെയ്യുന്ന കണക്കാണ്. പിന്നെ അത് മാത്രമല്ല എനിക്ക് സാംസങ്ങിൻ്റെ സെക്യൂരിറ്റി ഫീച്ചർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ സാംസങ്ങിൻ്റെ ഈ One UI എന്ന് പറയുന്നത് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതും OnePlusൻ്റെയൊക്കെ പണ്ടത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓക്സിജൻ OS സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഓക്സിജൻ OS 11 അത് ഏതാണ്ട് ഒരു One UI കോപ്പി അടിച്ച കണക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു OnePlusൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് പോയിട്ടുണ്ട്. പിന്നെ OnePlusൻ്റെ ക്യാമറയെക്കാട്ടിയും എന്തായാലും ബെറ്റർ ആയ ഒരു ക്യാമറയാണ് നമുക്ക് ഈ S20 ഫാൻ എഡിഷനിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിന് ഈ S20 ഫാൻ എഡിഷൻ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അത് നിങ്ങൾക്ക് ഈ ഫോണിന് കോമ്പറ്റീഷനായിട്ട് വേറെ ഫോൺ എന്തെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ തന്നെ ഗാലക്സി S20 അല്ലെങ്കിൽ S20 പ്ലസ് ചില സമയത്തൊക്കെ ഓഫറിൽ ഇതിലും അല്ലെങ്കിൽ ഇതിനെക്കാട്ടിയും താഴത്തെ പ്രൈസിങ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ആ ഫോൺ തന്നെ എടുക്കുക. കാരണം അത് കുറച്ചുകൂടെ ബെറ്റർ ബിൽഡുള്ള കുറച്ചും കൂടെ ബെറ്റർ ആയ ഫോണാണ്. പക്ഷേ അല്ലെങ്കിൽ ഈ ബഡ്ജറ്റിന് ഈ S20 ഫാൻ എഡിഷൻ നമുക്ക് നല്ല ഓപ്ഷനിൽ ഒന്നാണ്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഇത് കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.